Welcome you all. Now we are discussing another application of Gauss's theorem, that is expression for electric field intensity due to a charged spherical shell. You know shell means hollow, spherical shell means hollow sphere. Inside that sphere material is absent. So let us consider a shell. This is a shell with a center O, radius capital R, in which charges are distributed uniformly over its outer surface. Why? Because it is a hollow sphere, so no charge reside inside the shell. This charge will be uniformly distributed. Circle അല്ല ഇത് സ്ഫിയർ ആണ്, വരക്കുമ്പോൾ സർക്കിൾ പോലെ തോന്നുന്നു. വിത്ത് എ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി. We are going to find the expression for electric field intensity produced by this charged shell in three different regions. First, we will discuss the expression of electric field intensity due to this charged shell outside the shell. If initially we consider a point outside the shell. In the second case, we will discuss expression for electric intensity due to this charged shell on its surface. അപ്പോൾ രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സർഫേസിലുള്ള പോയിന്റാണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പുറത്തുള്ള പോയിന്റാണ്. And third case, we will derive the expression for electric field intensity due to charged shell at a point inside the shell. അപ്പോൾ മൂന്ന് കേസാണ്: ഔട്ട്സൈഡ്, ഓൺ ദ സർഫേസ്, ഇൻസൈഡ് ദി ഷെൽ. ഫസ്റ്റ് കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് കേസ് ഏതാണ്? കേസ് വൺ. മൂന്ന് ഡെറിവേഷൻ ചെയ്യുന്നുണ്ട് ഈ ഷെല്ലിൻ്റെ. അതിനകത്തുള്ള ഒന്നാമത്തെ കേസാണ് ചെയ്യുന്നത്. എന്നാണ് ഇഫ് പി ഈസ് എ പോയിന്റ് എവിടെയാണ്? ഔട്ട്സൈഡ് ദി ഷെൽ. സാധാരണഗതിയിലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിൻറ്റിന് പേര് പി എന്നാണ്, അതുകൊണ്ടാണ് പി എന്ന് പേരിട്ട്. ഇവിടെയാണ് പി ഉള്ളത്. ഈ പിയിലേക്ക് സെൻറ്റർ എന്നുള്ള ദൂരത്തിന് നമ്മൾ സ്മോൾ ആർ എന്നായിരുന്നു. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. ഇത് സാധാരണ കൊടുക്കുന്ന സിമ്പിളാണ്. നമ്മൾ സെൻറ്ററിന് പിയിലേക്കുള്ള ദൂരം സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഏതാണ്? റേഡിയസ് ഓഫ് ദി ഷെൽ. സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് എന്നല്ല പറയുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി ഷെൽ ടു ദി പോയിന്റ് പി. Now, how to find the expression for electric field intensity at this point due to this charged shell using Gauss's theorem? You know, whenever we use Gauss's theorem, initially we require a proper Gaussian surface. To find the electric intensity P, we imagine a Gaussian surface. Which shape? Spherical shape. So, spherical Gaussian surface. It is spherical Gaussian surface. Small r greater than capital R ഇവിടെ എഴുതാം. സ്ഫെറിക്കൽ ഗോസിയൻ സർഫേസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗോസിയൻ സർഫേസ് കിട്ടിയത് കൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഇത് പോയിന്റ് പി റെഡി? പോയിന്റ് പി. ഇനി ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഗോസസ് ലോ എന്താ പറയുന്നത്? ഗോസസ് ലോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എ ഫോർമുല Q by epsilon 0, where Q is charge enclosed inside the closed surface. അല്ലേ? ഗോസസ് ലോയിലുള്ള Q അതല്ലേ? അപ്പോൾ അതിനൊക്കെ എന്ത് വേണം? ഈ ഗോസിയൻ സർഫേസിൽ ഞാനൊരു ചെറിയ ഏരിയ എടുത്തു. ഈ പോയിന്റ് പിക്ക് ചുറ്റും ഒരു ചെറിയ ഏരിയ. ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ്. ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങോട്ടൊക്കെ നോക്കാൻ ഇവിടെ ഒരു +1 ചാർജ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടിയിട്ട് ആ +1 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇയും ഡി എയും എങ്ങനെയുള്ളതെന്ന് അവിടെ നോക്കിയിട്ട് ഡയറക്ഷൻ സെയിം. സോ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എ 0. അപ്പോൾ ഈ എക്സ്പാൻഷൻ ഇങ്ങനെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എ കോസ് 0 ആണെന്നുള്ളതിന് തെളിവ് ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ആംഗിൾ. സോ വാട്ട് ഈസ് കോസ് 0 1. അപ്പോൾ ഇതെന്തൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എ റെഡി. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് സിമെട്രിക് സർഫേസ് ആയതുകൊണ്ട് എന്താവും?
ഇ പുറത്തേക്ക് എടുത്തു, ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എ, ടോട്ടൽ ഏരിയ ഓഫ് ദി ഗോസിയൻ സർഫേസ് ഡി എ ഡി എ ഡി എ ഡി എ ഡി എ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത സ്ഫിയറിൻ്റെ ഏരിയ. ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത സ്ഫിയറിൻ്റെ പ്രത്യേകത നോക്കിയിട്ട് അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എത്തിയിരിക്കും 4πr² Q/ε0. അങ്ങനെ ഇതിങ്ങനെ. സോ ഇ ബിക്കം 1/4πε0 Q/r². ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ പോലെ തോന്നുന്നുണ്ട്? പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ പോലെയുണ്ട്. അതായത് നമ്മൾ ഈ മൊത്തം ചാർജിനെയും ഈ സ്ഫെറിക്കൽ ഷെല്ലിന് പകരം ആ O എന്ന് പറയുന്ന പോയിന്റിൽ ക്യൂ ചാർജ് വെച്ചാലും ആർ അകലത്തിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഷെല്ലിൻ്റെ പോലെ തന്നെ. റെഡി? ഇനി ഇവിടുത്തെ ക്യൂ എന്താണ്? വേർ ക്യൂ ഈസ് ചാർജ് ഇൻസൈഡ് ദി ഗോസിയൻ സർഫേസ്, വേർ ക്യൂ ഈസ് ചാർജ് എൻക്ലോസ്ഡ് അല്ലേ? വേർ ക്യൂ ഈസ് ചാർജ് ഇൻസൈഡ് ദി, എവിടെയുള്ള ചാർജാ? ഇൻസൈഡ് ദി ഗോസിയൻ സർഫേസ്. ഗോസിയൻ സർഫേസ് ഏതാണെന്നോ? ഗോസിയൻ സർഫേസ് ആണ് ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്ത സർഫേസ്. ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്ത സർഫേസിൻ്റെ ഉള്ളിൽ എവിടെയാണ് ചാർജ് ഉള്ളത്? ഇവിടെയൊന്നും ചാർജ് ഇല്ല, പക്ഷേ ഈ ഷെല്ലിൻ്റെ മുകളിലുണ്ട് ചാർജ്. എത്ര ഏരിയയിലാണ് ചാർജ് ഉള്ളത്? 4πR² ഏരിയയിൽ. എത്രയാണ് ചാർജ് ഉണ്ടാവുക? ഞാൻ പഠിച്ചിട്ടുണ്ട്. Q = ഫോർമുല സിഗ്മ ഇൻറ്റു ഏരിയ. എന്തുകൊണ്ടാണ് 4πR² എടുക്കുന്നത്, സ്മോൾ ലെറ്റർ ആർ എടുക്കാത്തത്? ഈ സ്ഫിയറിലല്ല ചാർജ് ഉള്ളത്, ഈ സ്ഫിയറിലാണ് ചാർജ് ഉള്ളത്. റെഡി? ഷെല്ലിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വരിക 1/4πε0. ഈ ക്യൂക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? സിഗ്മ ഇൻറ്റു 4πR² ഡിവൈഡ് ബൈ സ്മോൾ r². 4π ക്യാൻസൽ ചെയ്തിട്ട് ഇതാണ് പറയുക. റെഡി? This is the equation for electric field intensity due to a charged shell at a point outside the shell. Case 1I. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സപ്പോസ് പോയിന്റ് പി ഈസ് എവിടെ? കേസ് 2. ഇഫ് പി ഈസ് ഓൺ ദി സർഫേസ് ഓഫ് ദി ഷെല്ലിൻ്റെ മുകളിലാണെന്ന് വിചാരിക്കും പോയിന്റ് പി. അതായത് നമ്മൾ ഈ പോയിന്റ് പിയെ ഇവിടുന്ന് മായ്ച്ചിട്ട് ഇവിടെ കൊണ്ടുപോകണം. അപ്പോൾ എന്താ വ്യത്യാസം വരിക? ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ചെറുതായി ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആവും. അപ്പോൾ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ അത് വരിക ഇ ഈസ് ഈക്വൽ ടു ഫോർമുല സിഗ്മ r² ഡിവൈഡ് ബൈ ε0. r² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരിക ഈക്വൽ ടു സിഗ്മ ബൈ ε0. ദിസ് ഈസ് ദി റിസൾട്ട്, സിഗ്മ ബൈ ε0. So we got two different results. First case, point P is outside the shell. Second case, point P is on the surface of the shell. Now one more case remaining. Third case, case 3. Case 3 എന്താ ചെയ്യാനുള്ളത്? Case 3 ചെയ്യാനുള്ളത്, if P is inside the shell. പി ഇൻസൈഡ് ദി ഷെൽ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ പിക്ചർ ഒന്നുകൂടി വരക്കുകയാണ്. ഈ ഫിഗർ തന്നെയാണ് വരക്കുന്നത്. സ്ഥലം ചെറുതായതുകൊണ്ട് നമ്മൾ ലേശം ചെറുതാക്കുന്നതേ ഉള്ളൂ. സ്ഫിയർ ചെറുതായിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഇത് നമ്മളെ ഷെല്ല്, ക്യാപിറ്റൽ ആർ. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സ്ഫിയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ പോയിന്റ് പി ഉള്ളത് ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കാം പോയിന്റ് പി. എത്ര ഡിസ്റ്റൻസ്? സ്മോൾ ആർ. സിമ്പിൾ മാറ്റമൊന്നുമല്ല. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ആദ്യത്തെ കേസിൽ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്.
സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആകുമ്പോൾ പി ഔട്ട് സൈഡിൽ വരും, സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആകുമ്പോൾ പി ഇൻസൈഡിൽ വരും. അപ്പോൾ നമ്മളെ ഗോസിയൻ സർഫേസ് ഉള്ളിലാണ്ടാവുക, കാരണം ഗോസിയൻ സർഫേസ് എപ്പോഴും പിയിലേക്ക് കൂടി കടന്നു പോകുന്ന വിധത്തിലാണ്. ഈ ഡോട്ടർ ലൈനാണ് ഗോസിയൻ സർഫേസ്. ഇവിടുത്തെ ഗോസിയൻ സർഫേസ് പുറത്തും ഇവിടുത്തെ ഗോസിയൻ സർഫേസ് അകത്തും ആയതിൻ്റെ കാരണം ഇവിടെ പോയിന്റ് പി ഔട്ട് സൈഡിലാണ്, ഇവിടെ പോയിന്റ് പി ഇൻസൈഡിലാണ്. അപ്പോൾ ഞാൻ ഗോസസ് ലോ എഴുതുവാണ്. എന്നാൽ ഗോസസ് ലോ ക്ലോസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഇതെന്ത് വരും? ഇ ഡി എ കോസ് 0 വരും. കോസ് 0ൻ്റെ വാല്യൂ 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായി? ഇത് ഇ ഡി എന്നായി. റെഡി? ഇ ഡി എ ഈ പുറത്തേക്കെടുത്തു. ഇൻ്റഗ്രൽ ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നോ ഇൻ്റഗ്രൽ എന്ന് എഴുതിയാണ് ഇത്. ഇൻ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ഓഫ് ദി ഗോസിയൻ സർഫേസ്. ഗോസിയൻ സർഫേസിന് എത്രയാണോ ഏരിയ? 4π സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്. ഈ ക്യൂ ഏതാ? ഗോസസ് ലോല ക്യൂ. ഗോസസ് ലോല ക്യൂവിൻ്റെ പ്രത്യേകത എന്താ? ചാർജ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദി ക്ലോസ് സർഫേസ്. ഇവിടെ ഏതാ ക്ലോസ് സർഫേസ്? ഇതോ അല്ലെ ഇതോ? ഇതാണ് നമ്മളെടുത്ത ഗോസിയൻ സർഫേസ്. ക്ലോസ് സർഫേസ് ഗോസിയൻ സർഫേസ്. ഈ ഡോട്ടഡ് ലൈൻ, ഈ ഡോട്ടഡ് ലൈനിൻ്റെ ഉള്ളിൽ നോക്കിയാട്ടെ ചാർജ് ഉണ്ടാ? ഇല്ല. ചാർജിലുള്ളത് ഡോട്ടഡ് ലൈനിൻ്റെ പുറത്താണ്. ഇവിടെ ഡോട്ടഡ് ലൈനിൻ്റെ അകത്തുണ്ട്. ആദ്യത്തെ കേസിൽ ഡോട്ടഡ് ലൈനിൻ്റെ അകത്താണ് ഈ ചാർജുകളെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഈ കേസിൽ ക്യൂവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 0 അല്ല, സിഗ്മ ഇൻറ്റു 4πr². എന്നാൽ ഇവിടെ നോക്കിയാട്ടെ ഈ ഗോസിയൻ, ഇവിടെ ഗോസിയൻ സർഫേസിൻ്റെ ഉള്ളിൽ ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പം ഇവിടുത്തെ ക്യൂവിന് 0 ഇവിടെ എഴുതുക നമ്മൾ. വേർ ക്യൂ ഈസ് ചാർജ് ഇൻസൈഡ് ദി ഗോസിയൻ സർഫേസ്. ഹിയർ ഇറ്റ് ഈസ് എത്രയാണ്? ഹിയർ ഇറ്റ് ഈസ് 0. അപ്പം ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു 0 ആയി. അപ്പം ഇ ബിക്കം 0. പ്രധാനപ്പെട്ട റിസൾട്ടാണിത്. ദിസ് റിസൾട്ട് ഷോസ് ഇൻസൈഡ് എ ചാർജ്ഡ് ഷെൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി 0. Outside a charged shell, electric intensity is not 0. It is sigma r² divided by epsilon 0 small r². When you compare these two results, which will be more? Whether this value or this value? This will be more. കാരണം ഈ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഇവിടെ കണ്ട സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0നേക്കാളും ചെറുതായിരിക്കും. That means a charged shell produces maximum electric field intensity on its surface. As we go outside the shell, electric intensity decreases inversely on square of the distance. And inside the charged shell, electric intensity is 0. അതിൻ്റെ പ്രൂഫ് ഇത്. അപ്പം നിങ്ങൾ ഈ ഡെറിവേഷൻ കോപ്പി ചെയ്യണം. കഴിഞ്ഞ ദിവസത്തെ വിക്ടർ ചാനൽ ക്ലാസ്സിലും ഇതേ ഡെറിവേഷൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. നമ്മൾ ഒരിക്കലും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതുക, എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ചാർജ് ഷെൽ. എന്നിട്ട് എന്ത് എഴുതണം? സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതണം. കൺസിഡർ എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r with a center O in which charges are distributed uniformly on its outer surface with a surface charge density at sigma surface charge density. Ready? Let P be a point at a distance smaller r from center O. എന്നിട്ടാണ് എന്ത് ചെയ്തേണ്ടത്? കേസ് 1. If P is a point outside the shell. ഇതെല്ലാം കോപ്പി ചെയ്യുക. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുക? ഇഫ് പി ഈസ് എ പോയിന്റ് ഓൺ ദി സർഫേസ് എന്ന് എഴുതുക. ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഇതിനകത്ത് കൊടുക്കുകയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ സ്പെഷ്യൽ കേസാണ്. എന്നാൽ തേർഡ് കേസ് വേറെ തന്നെ ഡിറൈവ് ചെയ്യുക. എങ്ങനെ? ഔട്ട്സൈഡ്. അപ്പോൾ ഈ 3 കേസ് എഴുതാം, റിസൾട്ടുകൾ എഴുതുക. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അതിന് വേണ്ടി ഞാനിത് എവിടെ ഇങ്ങനെ ചെറുങ്ങനെ വായിക്കുവാണ്, സ്ഥലം തികയില്ല. നിങ്ങളെ കോപ്പി ചെയ്തിട്ടുണ്ടാവേ ഇതെല്ലാം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ റിസൾട്ടുകളെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നോക്ക്. ഇൻസൈഡ് ദ ഷെൽ E0. ഇൻസൈഡ് ദ ഷെൽ എന്ന് പറഞ്ഞാൽ ആർ ലെസ് ദാൻ ആർ 2.
On the surface എന്താ റിസൾട്ട് വന്നത്? സിഗ്മ ബൈ എപ്സിലോൺ 0. ഓൺ ദ സർഫേസ് എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു ആർ കണ്ടീഷൻ. മൂന്നാമത്തത് എവിടെയാണ്? നമ്മൾ ചെയ്തത് ആദ്യം ഇത്, രണ്ടാമത് മൂന്നാമത് ഇത്. ഞാൻ റിസൾട്ട് തിരിച്ചിട്ട് എഴുതുന്നതേ ഉള്ളൂ. ഔട്ട്സൈഡ് ദ ഷെൽ വന്നത് എത്രയാണെന്ന് ഫോമുല ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒന്നാമത്തെ കേസ് 1 കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. ഈ റിസൾട്ടുകൾ കാണിക്കുന്നത് അപ് ടു ദി സർഫേസ് ഓഫ് ദി ഷെൽ ഫ്രം സെൻറ്റർ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി 0. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇവിടുത്തെ വരെ 0 ആണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഇവിടെ എത്തുമ്പോൾ മാക്സിമം, പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ആ കാര്യത്തിനെ ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. 2 ആക്സിസ് വരച്ചു. ഇതാണ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാൽ സെൻറ്റർ എന്നുള്ള ദൂരം. ഈ ആക്സിസിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ സ്മോൾ ആറ് ചെറുതാവുമ്പോഴൊക്കെ ഈ 0 ആണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ 0. എന്താ ഈ വരയിലേക്ക് കൂടി ഗ്രാഫ് വരയ്ക്കുന്നത് മനസ്സിലായി? ഈയുടെ വാല്യൂ 0. എത്ര വരെ? ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ആവുന്നവരെ 0. ക്യാപിറ്റൽ ആർ ആകുമ്പോഴത്തേക്ക് അത് എത്രയായി? വളരെ കൂടുതലായി. ഇങ്ങനെ ഇതാണ് ആ വാല്യൂ. എത്ര? സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് സിഗ്മ ബൈ. പിന്നെ ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ അല്ലേ റിലേഷൻ? ഈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു -2 ആകുമ്പോൾ ഇങ്ങനെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഹൈപ്പർബോള പോലെ, സ്റ്റീപ്പർ ഹൈപ്പർബോള. ഇതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ഗ്രാഫ് വരക്കാം. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഈ സൈഡിലേക്ക് അതിനെ വരക്കാം. ഇതേപോലത്തെ ഷേപ്പ് ഇപ്പുറം. ഇത് സെൻറ്ററിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോഴുള്ള കാര്യം, ഇത് സെൻറ്ററിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴുള്ളത്. ഈ സ്ഥലം മുതൽ ഈ സ്ഥലം വരെയുള്ള സ്ഥലം ഏതാണെന്ന് മനസ്സിലായി? ഈ ക്യാപിറ്റൽ ആർ മുതൽ സ്മോളർ ആർ വരെ, ഈ ഷെല്ലിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി 0. ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാക്സിമം, പിന്നെ താഴെ വരും. ഇത് ഔട്ട്സൈഡ് റിലേഷൻ ഇങ്ങനെയാണ്. ഇത് ഇൻസൈഡ് 0. ദിസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനത്തിൽ ഈ ഡീറ്റെയിൽസ് കൂടി എഴുതി വെക്കണം. ഓക്കെ, ഇത്രയാണ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ചാർജ് ഷെൽ. അപ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പ്രധാനപ്പെട്ട 3 ഡെറിവേഷനാണ് ചെയ്തത്. ഒന്നാമത് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്, പിന്നെ ചെയ്തത് ഷീറ്റ് ഓഫ് ചാർജ്, മൂന്നാമത് ചെയ്തത് ഷെല്ല്. 3 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഓരോരോ ഡെറിവേഷനായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന കൊല്ലങ്ങളിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. ഗോസസ് ലോൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ചില വർഷം ഷെല്ലാ ചോദിച്ചെങ്കിൽ ആ വർഷം ഷെല്ല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ചോദിക്കില്ല, അടുത്ത വർഷം ഷീറ്റ് ചോദിക്കും. അങ്ങനെ മാറിയിട്ട് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 3 ഡെറിവേഷനും കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ 4 ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഡെറിവേഷൻ കൂടാണ്ട് ഒരു എക്സ്ട്രാ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് വെച്ചാൽ പോയിന്റ് ചാർജ് എന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കി വെക്കണം, ഡെറിവേഷൻ പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ആ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്. ഈ ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മൾ ആ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻ കഴിഞ്ഞു. ഏത്? ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്. നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിൾ നടത്തേണ്ടതുണ്ട്. ഒന്നുകൂടി ജനറലി എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് നമ്മളൊരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ. അതിനുശേഷം നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാ ഡെറിവേഷൻസും വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, എഴുതി പഠിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ബൈ.